Welcome back to my channel, English Grammar Teaching and Learning. Let us continue our story. A very old man with enormous wings. നമ്മൾ ഷോർട്ട് സ്റ്റോറി തുടരുകയാണ്. ഒരു 3 ചോദ്യം അതിൻ്റെ ഉത്തരവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കിയിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ. 4th question. Why was the neighbor woman sure that the old man was an angel? ആ അയൽക്കാരി സ്ത്രീക്ക് തീർച്ചയായിട്ടും അവർ പറയുന്നത് ആ മനുഷ്യൻ എനോർമസ് വിങ്ഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ, അദ്ദേഹം ഒരു ദൂതനാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ അയൽക്കാരി സ്ത്രീ തീർച്ചപ്പെടുത്താനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ വാസ് ദി നെയ്ബർ വുമൺ ഷുവർ ദാറ്റ് ദി ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ? ദി നെയ്ബർ വുമൺ ബിലീവ്ഡ് ദി ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ ബിക്കോസ് ഓഫ് ഹിസ് എക്സ്ട്രാ ഓർഡിനറി അപ്പിയറൻസ്. ഒന്നാമത്തത് ഹിസ് എക്സ്ട്രാ ഓർഡിനറി അപ്പിയറൻസ്, അയാളുടെ അസാധാരണമായ രൂപം. അയാളെ കാണുന്നത് ഒരു അസാധാരണ ജീവിയെ കാണുന്ന രീതിയിലാണ്. കാരണം ദൂതന്റെ ചിറകുകൾ, മനുഷ്യന്റെ രൂപം. പർട്ടിക്കുലർലി ഹിസ് എനോർമസ് വിങ്സ്, പ്രത്യേകിച്ച് അയാളുടെ ഹ്യൂജ് ഫാന്റാസ്റ്റിക് വിങ്സ് ലൈക്ക് ഹോക്സ് ഓർ വൾച്ചർ. അപ്പോൾ വൾച്ചറിനെ പോലെയുള്ള ചിറകുകൾ, അപ്പോൾ കഴുകനെ പോലെ ഉള്ള ചിറക്, അത്രയും വലിയ വിശാലമായ ചിറക്. ഷീ ക്ലെയിംഡ് ഹി വാസ് എ സെലസ്റ്റിയൽ ഓർ എ സൂപ്പർ നാച്ചുറൽ ബീയിങ്. അവർ അവകാശപ്പെടുന്നത് അയാൾ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണെന്നാണ്, അല്ലെങ്കിൽ അമാനുഷികമായ കഴിവുള്ള, ഒരു അമാനുഷികത്വമുള്ള ഒരു ശരീരമാണ് അയാളുടേത്. ഹു ഹാഡ് കം ടു ടേക്ക് ദി സിക്ക് ചൈൽഡ് ഓഫ് പെലയോ ആൻഡ് എലിസെൻഡ. എലിസെൻഡയുടെയും അതുപോലെ തന്നെ പെലയുടെയും കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ടു ഹെവൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായ ആണ് ഈ ദൂതൻ എത്തിയിരിക്കുന്നത് എന്നാണ് അവർ തീർച്ചപ്പെടുത്തുന്നത്, അവർ വിശ്വസിക്കുന്നത്. വൺസ് അഗെയിൻ, ദി നെയ്ബർ വുമൺ ബിലീവ്ഡ് ദി ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ ബിക്കോസ് ഓഫ് ഹിസ് എക്സ്ട്രാ ഓർഡിനറി അപ്പിയറൻസ്, particularly his enormous wings. She claimed he was a celestial or a supernatural being who had come to take the sick child of Pelayo and Elisenda. അപ്പോൾ പെലയുടെയും എലിസെൻഡയുടെയും കുട്ടിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ടു ദി ഹെവൻ വന്നിരിക്കുന്ന ഒരു അസാധാരണമായ സ്പിരിച്വൽ ആയിട്ടുള്ള സ്പിരിച്വൽ അല്ലെ സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണ് എന്നാണ് ആ സ്ത്രീ അവകാശപ്പെടുന്നത്. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പ്രത്യക്ഷപ്പെടൽ അല്ലെങ്കിൽ ആ രൂപം, പർട്ടിക്കുലർലി ഹിസ് എനോർമസ് വിങ്സ്. അപ്പോൾ കഴുകനെ പോലുള്ള ഈ വലിയ ചിറകുകൾ യഥാർത്ഥത്തിൽ ഫ്രീഡത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ സിമ്പിൾസ് നമ്മൾ അടുത്ത പാരഗ്രാഫിലായിട്ട് മനസ്സിലാക്കും. സോ ലെറ്റ് us കം ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. ഓക്കെ. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. ഇവിടെ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഗൊൺസാഗ, ആ റോൾ ഓഫ് ദി ഡോക്ടറാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ദി ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദി ചൈൽഡ് കുഡിൻറ്റ് റെസിസ്റ്റ് ദി ടെംപ്റ്റേഷൻ ടു ലിസൺ ടു ദി ഏഞ്ചൽസ് ഹെർട്ട്. ഈ ദൂതൻ്റെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ ഡോക്ടർ ചെലുത്തിയത് ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ടുക്ക് കെയർ ഓഫ് ദി ചൈൽഡ്. ഈ ഒരു കാരണം കൊണ്ട് നമ്മളുടെ രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് ആണെങ്കിലും നമ്മുടെ ദൂതനെ ശ്രദ്ധിക്കുന്നില്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദി ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദി കിഡ്നീസ്. ഇയാൾ യഥാർത്ഥത്തിൽ ഓർഡിനറി വേഴ്സസ് എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വൽ ബീയിങ് ആണ്, ഒപ്പം തന്നെ എന്താണ്, ഒരു ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ ചിറക് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ രണ്ടിൻ്റെയും അതാണ് ഇവിടെ നമുക്ക് മാജിക്കൽ റിയലിസം തരുന്ന സന്ദേശം. He
He found so much whistling in the heart and so many sounds in the kidneys of the old man. അപ്പോൾ അവിടെ മെഡിക്കൽ എക്സാമിനേഷനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കിഡ്നിയും അതുപോലെ തന്നെ ഹാർട്ടും ഉള്ളതാർക്കാണ്? മനുഷ്യനാണ്, ഹ്യൂമൻ ബോഡിയിലാണ്. അവിടെ അത് രണ്ടും സൂചിപ്പിക്കുന്നത് ഹ്യൂമൻ നേച്ചറിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഏഞ്ചലിൻ്റെ ചിറകുകൾ സ്പിരിച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നു, സൂപ്പർ നാച്ചുറൽ പവറിനെ സൂചിപ്പിക്കുന്നു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, അതാ ഡോക്ടറെ അതിശയപ്പെടുത്തിയത് കൂടുതലായിട്ടും എന്താണ്? ഹൗവർ വാസ് ദി ലോജിക് ഓഫ് ഹിസ് വിങ്സ്, അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഫ്രീഡം, ഡിവൈനിറ്റി ആൻഡ് ട്രാൻസെൻഡൻസ്, അതീന്ദ്രിയമായിട്ടുള്ള ട്രാൻസെൻഡൻസ്. ഓർ ദാറ്റ് ഇസ് ദീസ് വിങ്സ് സിംബലൈസസ് ഫ്രീഡം, ഡിവൈനിറ്റി ഓർ ട്രാൻസെൻഡൻസ്. ട്രാൻസെൻഡൻസ് ആണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള എന്തോ ഒരു അനുഭൂതിയാണ്. ദേ സീംഡ് ഇറ്റ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. പൂർണ്ണമായും ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത്, കിഡ്നിയും ഹാർട്ടും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഓർഗാനിസത്തെയാണ്. അവിടെ രണ്ടും വരുന്നുണ്ട്, എക്സ്ട്രാ ഓർഡിനറി വേഴ്സസ് ഓർഡിനറി. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഫാൻറ്റസി നമുക്ക് കാണാൻ പറ്റും, റിയാലിറ്റി കാണാൻ പറ്റും. They seemed so natural on that completely human organism. He couldn't understand why other people didn't have them too. അതാണ് he couldn't understand. ഈ ഡോക്ടർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രീസ്റ്റിനെ ഗൗൺസാഗയ്ക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല. why other people didn't have them too. മറ്റുള്ള ആളുകൾക്കും ഇത് എന്തുകൊണ്ട് ഇല്ല, ഈ ചിറകുകളില്ല. ഹ്യൂമൻ ബോഡിയാണ് ഇവിടെ, ഹ്യൂമൻ ബോഡിയായിട്ടാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഓൾഡ് മാന് ചിറകുകൾ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചില മെറ്റഫറും സൂചിപ്പിക്കുന്നുണ്ട്. ദി ഡോക്ടർ എക്സാമിൻഡ് ഹിം ഡ്യൂ ടു ദി അറ്റംപ്റ്റ്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതൻ ഇതിന് ഇങ്ങനെ ഇയാളെ അല്ലെങ്കിൽ ഈ ഓൾഡ് മാനെ ശുശ്രൂഷിക്കാൻ തയ്യാറായി വന്നത്, അല്ലെങ്കിൽ പരിശോധിക്കാൻ വന്നത്? ടു ദി അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് സ്ട്രേഞ്ച് സൂപ്പർ നാച്ചുറൽ നേച്ചർ. ഇയാളുടെ അസാധാരണമായ ഈ പ്രത്യേകത മനസ്സിലാക്കുവാൻ ജനക്കൂട്ടം അയാളെ കമ്പൽ ചെയ്തു. അതുകൊണ്ടാണ് ഹി ഡിസ്കവേർഡ് അൺയൂഷ്വൽ ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ഫിനോമിന. ഇതൊരു അസാധാരണമായ പ്രതിഭാസമായിട്ടാണ് ആളുകളിൽ കണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ ഇയാളെ കൂടുതൽ എക്സാമിനേഷന് വിധേയമാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പരിശോധിക്കാൻ നിർബന്ധമായി തീർന്നത്. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫിൽ വെൻ പറയുന്നത് ഈ എക്സ്ട്രാ ഓർഡിനറി വേഴ്സസ് ഓർഡിനറി ഓർ മിത്ത് ആൻഡ് റിയാലിറ്റി, ഫാൻറ്റസി ആൻഡ് റിയലിസം, ഇതൊക്കെയാണ് നമുക്ക് ഇത് രണ്ടും ഒന്നിച്ച് ചേർന്ന് കാണാൻ പറ്റുന്നു. ആരിൽ? ഓൾഡ് മാനിൽ, അല്ലെങ്കിൽ എനോർമസ് വിങ്ഡ് ഓൾഡ് മാനിൽ. ദ നെക്സ്റ്റ് പാരഗ്രാഫ്, വെൻ ദി ചൈൽഡ് ബിഗാൻ സ്കൂൾ. അങ്ങനെ ആ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി. ദി സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്റ്റ് ദി കൊളാപ്സ് ഓഫ് ദി ചിക്കൻ കൂപ്പ്. വെൻ ദി ചൈൽഡ് ബിഗാൻ സ്കൂൾ, ദി സൺ ആൻഡ് റെയിൻ, ഇവിടെ മഴയും വെയിലും നമ്മുടെ കോഴിക്കോടിനെ കൊളാപ്സാക്കി, അല്ലെങ്കിൽ കോഴിക്കോട് ചീത്തയാക്കി തകർത്തു. ദി ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. വഴിതെറ്റി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇന്ന് ആ ഏഞ്ചൽ ഫീൽ ചെയ്യുന്നത്. ദി ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ് ഹിംസെൽഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട്, ഡ്രാഗിങ് മീൻസ് ആ ചിറകിൻ്റെ നീളമാണ് ആ പ്രയാസപ്പെടുത്തുന്നത്. ദി ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ, അവിടെയും ഇവിടെയും, ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. വഴിതെറ്റി മരിക്കാൻ, ആരോരുമില്ലാതെ വഴിയിൽ കിടന്ന് മരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ത്യശ്വാസം വലിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ആ പ്രയാസം ആണ് ഇവിടെ ഇയാളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദി സെയിം ടൈം. ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോട്ടിൻ്റെ അങ്ങേയറ്റത്തെ മൂലയിലാണെങ്കിൽ, പിന്നെ ഇമവെട്ടി തിരിയുമ്പോഴേക്കും
ഇങ്ങേയറ്റത്തെ മൂലയിലായിരിക്കും. അങ്ങനെ അയാൾ മരണപ്രാളപ്പെടുന്നു. When the child began school, the sun and rain had caused the collapse of the chicken coop. The angel went dragging himself about here and there, like a stray dying man. He seemed to be in so many places at the same time. ഒരേ സമയം തന്നെ അയാളെ അവിടെ ഇവിടെയും ഒക്കെ കാണാൻ കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. കണ്ണും ശരിക്ക് കാണാൻ വയ്യാത്ത അവസ്ഥ. മൂടൽമഞ്ഞ് ബാധിച്ചാൽ മൂടൽമഞ്ഞിൽ നമുക്ക് മുമ്പിലുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റില്ല. അതുപോലെ ഈ മനുഷ്യനെ അയാളൊന്നും കഴിക്കുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ കണ്ണുകൾ മങ്ങിയ വെളിച്ച ആയി. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അവസരത്തിൽ കോഴിക്കൂടിൻ്റെ തൂണുകളിൽ അയാൾ ഇടിച്ചു വീഴുന്ന അവസ്ഥ. പെലയോ threw a blanket over him and let him sleep in the shed. എന്തായാലും പെലയ്ക്ക് ദയ തോന്നി. അയാളൊരു പുതപ്പ് എറിഞ്ഞു കൊടുത്തു. ബ്ലാങ്കറ്റ് ഓവർ ഹിം, അവൻ്റെ മീതെ ഇട്ടു. ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദി ഷെഡ്, ആ ഷെഡിൽ കിടന്ന് ഉറങ്ങാൻ അനുവദിച്ചു. ഉറങ്ങട്ടെ എന്ന് കരുതി ഒരു ഷീറ്റ് എറിഞ്ഞു കൊടുത്തു. അത് അയാളുടെ തലവഴിയെ വീണു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെലയോ threw a blanket over him and let him sleep in the shed. Only then did they notice that he had a temperature at night. അപ്പോൾ മാത്രമാണ് അവർ ശ്രദ്ധയിൽപ്പെടുന്നത് അയാളുടെ ശരീര ഊഷ്മ ഉയർന്നിട്ടുണ്ട് ആ രാത്രിയിൽ. They became alarmed. അങ്ങനെ പെലയോ ആൻഡ് എലിസൻഡ became alarmed, for they thought he was going to die. ഇവർ ചിന്തിച്ചു അയാൾ മരിക്കാൻ പോകുകയാണ്. അവസാന നിമിഷത്തിലേക്ക് അന്ത്യശ്വാസം വലിക്കാനുള്ള പുറപ്പാടാണെന്ന് അവർക്ക് തോന്നിയിട്ട് അവർ ബഹളമുണ്ടാക്കി, ശബ്ദമുണ്ടാക്കി. ആൻഡ് he not only survived his worst winter but seemed improved with the first sunny days. പക്ഷേ നേരെ മറിച്ചായിരുന്നു. അവരിങ്ങനെയൊക്കെ ഭയപ്പെട്ടെങ്കിലും നേരെ മറിച്ചായിരുന്നു. ആൻഡ് yet he not only survived, അയാൾ മരണത്തെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ, ഏറ്റവും മോശപ്പെട്ട വിൻ്റർ സീസൺ, ആ വിൻ്ററിനെ തരണം ചെയ്യാൻ കഴിഞ്ഞു. ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദി ഫസ്റ്റ് സണ്ണി ഡേയ്സ്. പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ വളരെ വ്യത്യസ്തനായ ഒരു ഓൾഡ് മാനെയാണ് കാണപ്പെടുന്നത്. സീംഡ് ഇംപ്രൂവ്ഡ്, വളരെ ആരോഗ്യവാനായി, അല്ലെങ്കിൽ ആ പഴയ മോശമായ അവസ്ഥയിൽ നിന്ന് അയാൾ പുരോഗതി നേടിക്കൊണ്ടിരുന്നു. He remained motionless for several days in the farthest corner of the courtyard. അയാൾ കുറേ ദിവസങ്ങളായിട്ട് he remained motionless, ചലനമറ്റ്, for several days in the farthest corner of the courtyard. ആ മുറ്റത്ത് എത്രയോ ദിവസങ്ങളായിട്ട് ചലനമറ്റ് കിടക്കുകയായിരുന്നു. At the beginning of December, some large stiff feathers began to grow on his wings. എന്നാൽ ഡിസംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ some large stiff feathers began to grow, കുറച്ച് കട്ടിയുള്ള തൂവലുകൾ മുളയ്ക്കാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. ആ ചിറകളിൽ തൂവൽ വരാൻ തുടങ്ങി. They looked like the feathers of a scarecrow. Scarecrow means നമ്മൾ ഈ വയലിലും വരമ്പിലും ഒക്കെ വെച്ചിരിക്കുന്ന കച്ചി കൊണ്ടുണ്ടാക്കിയ മനുഷ്യരൂപം. അത് ജീവികളെയും ഒക്കെ ഓടിക്കാൻ വേണ്ടി, ഫിഗർ ടു സ്കെയർ ബേർഡ്സ്, പക്ഷികളെ ഓടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ രൂപം, അതിൻ്റെ തലയിൽ ഒരു മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് കൈയും കാലും നിവർത്തി വെച്ച് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ്. പിക്ചർ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ. അപ്പോൾ അങ്ങനെയുള്ള രൂപം, അല്ലെങ്കിൽ നമുക്ക് പരിചിതമാണ്, ഫെമിലിയർ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ നെല്ലൊക്കെ വിളഞ്ഞ് പാകമായി കൊയ്യാൻ സമയമാകുമ്പോഴത്തേക്കും എലിശല്യവും അതുപോലെ പ്രാണികളുടെയും പക്ഷികളുടെയൊക്കെ ശല്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അതിനെ അകറ്റാൻ വേണ്ടി വെക്കുന്ന മനുഷ്യരൂപം. അത് തലയിലൊരു ചട്ടി കമഴ്ത്തിയിട്ട് കണ്ണും മൂക്കും ഒക്കെ ചുണ്ണാമ്പ് കൊണ്ട് വരച്ച് വെക്കും. അതാണ് ഇവിടെ സ്കെയർക്രോ എന്ന് പറഞ്ഞിരിക്കുന്നത്. They look like the feathers of a scarecrow. So
Today we have studied 1, 2, 3 paragraphs. Other, I am reading once again. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. He found so much whistling in the heart and so many sounds in the kidneys. What surprised him most, however, was the logic of his wings. They seemed so natural on that completely human organism. He couldn't understand why other people didn't have them too. When the child began school, the sun and rain had caused the collapse of the chicken coop. The angel went dragging himself about here and there like a stray dying man. He seemed to be in so many places at the same time. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. Peleo threw a blanket over him and let him sleep in the shed. Only then did they notice that he had a temperature at night. They became alarmed, for they thought he was going to die. Avade for means because they thought he was going to die. And yet he not only survived his worst bad, worst superlative degree, and yet he not only survived his worst winter but seemed improved with the first sunny days. He remained motionless for several days in the farthest corner of the courtyard. At the beginning of December, some large, stiff feathers began to grow on his wings. They looked like the feathers of a scarecrow. Okay, thank you so much. Please subscribe, share, and support me.